ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഒരു ദൈവവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു. യൂദാസ്ലീഹ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 19-ാം വാക്യം. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനം ശരിക്കും നമുക്കൊരു അളവുകോലാണ്. എന്തിനുള്ള അളവുകോല്? നമ്മുടെ ഉള്ളിൽ എത്രത്തോളം പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് അതിൻ്റെ കൃപയും അഭിഷേകത്തെയും നഷ്ടമായി പോകുന്നുണ്ടോ, കുറഞ്ഞു പോകുന്നുണ്ടോ? അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള പ്രവണതയുണ്ടെങ്കിൽ, ചെറിയ കാര്യങ്ങൾക്ക് അസ്വസ്ഥത, കലഹം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം നമ്മിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിനെ ഓർമ്മിപ്പിക്കുവാണ്, അത് പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ കുറവിൻ്റെ ഒരു ലക്ഷണമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. കൂടുതൽ കൂടുതൽ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിശുദ്ധാത്മ അഭിഷേകം നിറയാൻ വേണ്ടി പരിശ്രമിക്കാം. ഒപ്പം തന്നെ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ആരെങ്കിലുമൊക്കെ ഈ ഭിന്നിപ്പിൻ്റെ സ്വരമായിട്ട് ഉണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടെ നമുക്ക് സമയം കണ്ടെത്താം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിക്കുകയും ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഈ വചനം പറഞ്ഞിട്ട് ഈശോയോട് പറയാം, ഈശോയെ, എന്നിൽ ഭിന്നിപ്പിൻ്റെ ആത്മാവുണ്ടെങ്കിൽ, അസ്വസ്ഥതയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ കുറവ് മൂലം ഞാൻ അസ്വസ്ഥതകൾ ബന്ധങ്ങളുടെ തലത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവയെ പരിഹരിക്കാൻ എന്നെ സഹായിക്കണേ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.